വാർത്തകൾ വിശദമായി. ജമ്മു കാശ്മീരിലെ നൌഗാമിൽ പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനത്തിൽ 7 പേർ മരിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് അധികൃതർ പറഞ്ഞു. മരിച്ചവരിലേറെയും പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരുമെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, രാവിലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എത്തുന്നത്. ജമ്മു കാശ്മീരിലെ നൌഗാമിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വൻ സ്ഫോടനത്തിൽ 7 പേർ മരിച്ചിരിക്കുന്നത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അതുതന്നെയാണ്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പങ്കുവെക്കാനുള്ളത്. ജമ്മു കാശ്മീർ ശ്രീനഗറിലെ നൌഗാമിലാണ് ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ RDX അഥവാ ഈ കെമിക്കൽ RDX കെമിക്കൽ സീൽ ചെയ്യുന്നതിനിടെയാണ് സ്ഫോടനം പൊട്ടിത്തെറിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ ചില സ്ഫോടക വസ്തുക്കൾ, ഭീകരരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത ചില സ്ഫോടക വസ്തുക്കൾ ഈ പോലീസ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത്. അത് സീൽ ചെയ്യുന്നതിനിടെ അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 30ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ 7 പേർ നിലവിൽ കൊല്ലപ്പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പരിക്കേറ്റവരുടെ നില, ഏറെ പേരുടെ നിലയും ഗുരുതരമാണെന്നാണ്. 5 പേരോളം പരിക്കേറ്റവരുടെ 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് വ്യക്തമാകുന്ന വിവരം. സ്ഫോടനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഏകദേശം 360 കിലോയോളം അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഭീകരിൽ നിന്നും പിടികൂടിയ ചില സ്ഫോടക വസ്തുക്കൾ ഈ പോലീസ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത്. അത് സീൽ ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടന്നത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ഫോടക വസ്തുക്കൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ടീം ഉദ്യോഗസ്ഥരുമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രീനഗർ ഭരണകൂടത്തിൽ ഒരു നായിബ് തഹസിൽദാറും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 ഉദ്യോഗസ്ഥരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പരിക്കേറ്റവരെ ഇന്ത്യൻ ആർമിയുടെ 92 ബേസ് ആശുപത്രിയിലും ഷേർ ഇ കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ സ്ഫോടനം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ കത്തി അമർന്നിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും പോലീസ് ഈ സംഭവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ നിരവധി 10ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. ഏതായാലും പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതായാലും ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെ, ഭീകരരിൽ നിന്നും പിടികൂടിയ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെയാണ് പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തഹസിൽദാർമാരും കൊല്ലപ്പെട്ടത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ഏതായാലും പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കത്തി അമർന്നിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളും പോലീസ് വാഹനങ്ങളും ഉൾപ്പെടെ കത്തി അമർന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ 7 പേർ മരണപ്പെട്ടിരിക്കുന്നുണ്ട്. 30ഓളം പേർക്കാണ് പരിക്കേൽക്കുന്നത്. ഇതിൽ പരിക്കേറ്റവരുടെ പകുതി പേരുടെയും നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരുണിമ. ഫൈസൽ, മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നൊക്കെയാണ് അധികൃതർ പറയുന്നത്. നിലവിലുള്ള സ്ഫോടനത്തിന് ശേഷം എത്രത്തോളം നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായോ? അതുമാത്രമല്ല, ഡൽഹിയിലെ ഒരു സ്ഫോടനം കഴിഞ്ഞതിന് ശേഷമാണ് ജമ്മു കാശ്മീരിലും ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളുടെ സ്ഫോടനത്തിൻ്റെ എണ്ണം ഓരോ ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണമോ മറ്റും ഉണ്ടായിട്ടുണ്ടോ?
ഡൽഹിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനത്തെ ഇപ്പോൾ തൽക്കാലം കൂട്ടിക്കെട്ടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഡൽഹിയിലെ സ്ഫോടനം വളരെ ആസൂത്രിതമായി നടന്ന ഒരു സ്ഫോടനമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ഒപ്പം തന്നെ ഈ സ്ഫോടനം ഇതൊരു കയ്യബദ്ധത്തിൽ പറ്റിയതാണെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായത്. അത് കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ കൂടുതൽ പരിശോധനകളും അന്വേഷണവും നടത്തി വരികയാണ്. മാത്രമല്ല ഇപ്പോൾ നാശനഷ്ടം എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ മുഴുവനും കത്തിയമർന്നു. പോലീസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലൊരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു സ്ഫോടനമാണ്. കാരണം 360 കിലോ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയ അളവിലുള്ള ഒരു സ്ഫോടക ശേഖരം തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. കാരണം ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്തതാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. മറ്റ് കാര്യങ്ങളൊക്കെയും പോലീസ് പരിശോധിച്ച് വരികയാണ്. അരുണി. ശരി, വ്യക്തമാണ് ഫൈസൽ. ജമ്മു കാശ്മീരിലെ നൗഗാമിലാണ് പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനത്തിൽ 7 പേർ മരിച്ചത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നൊക്കെയാണ് അധികൃതർ പറയുന്നത്. മരിച്ചവരിലേറെയും പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരുമാണെന്നാണ് വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.